ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മനോസ്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് ഔട്ടിങ്ങിന് ബീച്ചിൽ പോയിടുമെന്ന് വിചാരിച്ചു. ഇതോ ഒരു കുരുട്ട് സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കുന്നു. ഇപ്പോൾ സമയം 3:52. നമ്മൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. നമ്മൾ കൊല്ലം ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ കുറച്ച് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ആദ്യം എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവൾ കാണിച്ചു തരുവേ. അപ്പോൾ ഇതാണ് കേട്ടോ ഷാദിയുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളിത് ആട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ, ഉമ്മി, ഷാദിയ അവരൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. ഇത് ഷാബു. ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോയിരുന്നത്. അപ്പോൾ ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, ഉപ്പ. പിന്നെ നമ്മളത് കൊല്ലം പാർക്കാണ്. ഇതിപ്പോൾ നിലവിൽ എന്തോ പ്രശ്നത്താൽ അടച്ചിട്ടേക്കാണ്. അപ്പുറത്തോട്ട് വേറെ പാർക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ നടക്കുവാണ്. ഇത് ഷാദു നടക്കുവാണ്. ഇളയത് ഷാബും മൂത്തത് ഷാദുട്ടിയാണ് കേട്ടോ. അപ്പം അതെങ്ങനെ പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കൊല്ലം ബീച്ച് കേട്ടോ. ഒന്ന് വെള്ളം വരാൻ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരമായിട്ടും വെള്ളം വെച്ചാൽ കടലിൻ്റെ വെള്ളം ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തതാണ്. അങ്ങനെയും വരുമെന്ന് വെച്ച്. അപ്പം എൻ്റെ അനിയത്തി കടലമ്മ കള്ളി എന്നെങ്ങാണ് എഴുതി വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എഴുതിയാലും ചിലപ്പോൾ വരത്തില്ലടി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ തൽക്കാലമുള്ള ബീച്ച് ഇതാണേ. കയറി വരുമ്പോൾ തന്നെ 2 സ്ലൈഡുണ്ട്. ഒന്ന് കറങ്ങി ഇറങ്ങുന്നത്, ഒന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഇങ്ങനത്തേൽ ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ ഉമ്മ എടുത്ത് വെച്ച് ഒന്നും കൂടി കയറിയിട്ട് ഇറങ്ങട്ടെ എന്ന്. അപ്പോൾ ഉമ്മ ഇറങ്ങി ചെയ്യാൻ പറഞ്ഞിട്ട് ഉമ്മ ഈ വീഡിയോ അപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ഞാൻ കയറിയതല്ല, അനിയത്തെ കയറ്റിയത്. അവൾ വെച്ച് വെറുതെ ഇരിക്കേണ്ടി വരത്തുള്ളൂ, വെറുതെ സ്റ്റിയറിങ് കറക്കൊണ്ട്. വണ്ടി ഓണായപ്പോൾ അവൾ പേടിച്ചു പോയി, കരഞ്ഞ്. അങ്ങനെ ഞാൻ കയറി ഇരുന്ന്, മറ്റൊക്കെയാണെങ്കിൽ വയ്യുന്നു. അങ്ങനെ ഞാൻ കയറി ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്ത് ഞാൻ മാത്രമേ കയറിയുള്ളൂ, കാരണം ബാക്കി 2 എണ്ണത്തിനും പേടിയെന്ന്. അങ്ങനെ ഞാൻ മാത്രം കയറി. ഇവിടെ ഭയങ്കര ബഹളമാണ്, പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നേ. ഇതൊരു അടിപൊളി സാധനമായിരുന്നു. ഇങ്ങനെ കുലുങ്ങി ആടിക്കൊണ്ട് പോകാമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ 3ാമത്തെ തൊട്ടോ കയറുന്നത്. ഇനി ഷാദിയുടെ നല്ലൊരു കൂൾ സീൻ കാണാവേ. ശരിക്കും നമ്മൾ നല്ലോണം ഞാൻ പിടിച്ച് വലിച്ച് കയറ്റിയത്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ പിടിച്ച് വലിച്ച് കയറ്റാണ്ട് അവൾ വന്നത്. പിന്നെ ഞങ്ങൾ തുള്ളി കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വെച്ചിട്ട് സാഹസികരമായ ഒന്നിൽ കയറി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മണ്ടയിലെത്തിയപ്പോൾ ഭയങ്കര കാറ്റൊക്കെ വീശി. ഷാദിയ പകുതി എത്തിയപ്പോൾ അവൾ പേടിച്ചിറങ്ങിപ്പോയി. പക്ഷെ ഞാൻ കയറി, കാരണം കൊച്ചു പിള്ളേർ വരെ കയറുമ്പോൾ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ കയറി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വന്നപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷമായിരുന്നു. അയ്യോ, ഞാൻ സക്സസ് ആക്കിയേന്ന്. പിന്നെ നമ്മൾ ആടിക്കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഷാദിയും കയറി.
നിൽക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു പേടി തോന്നി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് മൂക്കാൻ വേണ്ടി അടിച്ച് വീണാലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെനു ആണ് നോക്കുന്നത്. നമ്മൾ ജ്യൂസ് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഷാജയ്ക്ക് ഓറഞ്ച് സോഡ മതി. എനിക്കൊന്നും കിട്ടില്ല. പക്ഷെ അടിപൊളിയായിട്ട് നല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കരിക്ക് ഷേക്കാണ് മേടിച്ചത്. ഞാൻ കുടിക്കുന്ന വേണ്ടി രഹസ്യമായിട്ട് എടുത്ത് എൻ്റെ ഉടുപ്പിലെല്ലാം ആയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.